എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. 126 സങ്കീർത്തനം 5 വാക്യം. കണ്ണുനീരിന്റെ അനന്തമായ സാധ്യത വെളിപ്പെടുത്തുന്ന ഒരു വേദവാക്യമാണിത്. ഒരിക്കലൊരു പുരോഹിതൻ തന്റെ ദേവാലയത്തിൽ സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുവാനായി പോയി. ചുരുക്കം ചില ആളുകൾ ദേവാലയത്തിലെ ബെഞ്ചുകളിൽ ഇരുന്ന് ഏകാന്ത പ്രാർത്ഥന നടത്തുന്നുണ്ടായിരുന്നു. പുരോഹിതൻ ദേവാലയത്തിന് മുൻഭാഗത്ത് തൻ്റെതായ കസേരയിൽ ഇരുന്ന് മൗനമായും ശാന്തമായും പ്രാർത്ഥിച്ചു. ഇടവകയിലെ അനേക ആളുകളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ ലിസ്റ്റ് പുരോഹിതന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ലിസ്റ്റിലെ ആളുകളുടെ ആവശ്യം ഓരോന്നായി പറഞ്ഞ് പുരോഹിതൻ പ്രാർത്ഥിച്ചു. വളരെ പെട്ടെന്ന് പുരോഹിതൻ ഒരു ദർശനം കാണുകയാണ്. തലമുടിയും താടിയും നരച്ച പഴകിയ വസ്ത്രങ്ങൾ ധരിച്ച ഒരു ഭിക്ഷക്കാരൻ തൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു. അയാളുടെ ഭിക്ഷാപാത്രം മുഴുവൻ തിളങ്ങുന്ന സ്വർണ്ണ നാണയങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഇത് നീ എടുത്തുകൊള്ളുക, നിനക്കുള്ളതാണ് എന്നൊരു വലിയ അശരീരി ശബ്ദം പുരോഹിതൻ കേട്ടു. അത്ഭുതത്തോടെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മുൻപിൽ ഒന്നും കാണാനില്ല. പുരോഹിതന് വളരെ പെട്ടെന്ന് നിരാശയും സങ്കടവും തോന്നി. പക്ഷേ താൻ സ്വപ്നം കണ്ടതാണെന്ന് ഓർത്തപ്പോൾ പുരോഹിതൻ ആശ്വസിച്ചു. ആ പുരോഹിതൻ ചുറ്റും നോക്കി. പുറകിൽ അതാ പള്ളിയുടെ പടിഞ്ഞാറേ അരികിൽ സ്വപ്നത്തിൽ കണ്ട അതേ രൂപമുള്ള ഭിക്ഷക്കാരൻ നിൽക്കുന്നു. പുരോഹിതന് അതിശയമായി. അയാൾ മെല്ലെ എഴുന്നേറ്റ് ആ ഭിക്ഷക്കാരൻ്റെ അടുക്കിലേക്ക് നടന്നു. അയാളുടെ കയ്യിൽ താൻ ദർശനത്തിൽ കണ്ട അതേ ഭിക്ഷാപാത്രം ഇരിക്കുന്നു. പക്ഷെ അതിൽ സ്വർണ്ണ നാണയങ്ങളില്ല, നിറയെ വെള്ളം കാണുന്നു. ആ പുരോഹിതൻ അയാളുടെ അരികിലിരുന്നു. അയാൾ പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ പുരോഹിതൻ കാര്യം തിരക്കി. അയാളുടെ കയ്യിലെ പാത്രത്തിൽ നിറയെ അയാളുടെ കണ്ണുനീരാണ്. കൈകാലുകൾ തളർന്ന 2 കുഞ്ഞുങ്ങൾ, മറവി രോഗം ബാധിച്ച ഭാര്യ, ആരും ആശ്രയമില്ലാത്ത 2 സഹോദരിമാർ, റെയിൽവേ മേൽപ്പാലത്തിന് കീഴിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മറച്ചു കെട്ടി വീട്ടിൽ താമസിക്കുന്ന ഇത്രയും പേരടങ്ങിയ കുടുംബം. എല്ലാവരുടെയും കാര്യം ഓർക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ് ഒഴുകും. ആ കണ്ണുനീർ ഈ ഭിക്ഷാപാത്രത്തിലാക്കി എന്നും ഈ പള്ളിയുടെ നടയിൽ സമർപ്പിച്ചിട്ടാണ് ഞാൻ ഭിക്ഷാടനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത്. അയാളുടെ കഥ കേട്ടപ്പോൾ പുരോഹിതന്റെ കണ്ണ് നിറഞ്ഞു. ഇടവക്കാരുടെ ആവശ്യവുമായി ദൈവസ്ഥനിലെത്തിയ പുരോഹിതന് ഇടവക്കാരനല്ലാത്ത, താൻ അറിയാത്ത ഭിക്ഷക്കാരന്റെ ഭിക്ഷാപാത്രത്തിലെ കണ്ണുനീരിലൂടെ ചില പാഠങ്ങൾ ദൈവം തന്നെ പഠിപ്പിക്കുവാനാണ് ആ ദർശനം കാണിച്ചതെന്ന് മനസ്സിലായി. ചില തിരിച്ചറിവുകൾ ആ പുരോഹിതന്റെ മനസ്സിലൂടെ ഈ സംഭവത്തെ തുടർന്ന് കടന്നു പോവുകയാണ്. 1, ആ ഭിക്ഷക്കാരന്റെ കണ്ണുനീരിന് പരിഹാരം ഉണ്ടാവണം. ആ കണ്ണുനീർ സ്വർണമാക്കി മാറ്റുവാൻ കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്നു. 2, നീയും ഇയാളെ പോലെ ഭിക്ഷക്കാരനാണ്. ഞാൻ നിനക്ക് നൽകുന്ന ഭിക്ഷയാണ് നീ അഹങ്കരിക്കുന്ന നിന്റെ സമ്പന്നത. 3, ഇടവക്കാർക്കും സ്വന്തക്കാർക്കും വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനുള്ളവനല്ല ക്രിസ്ത്യാനി. നാം അറിയാത്ത അനേക ആവശ്യക്കാരുടെ ആവശ്യങ്ങളിലേക്കും നാം കടന്നു ചെല്ലണം. 4, കണ്ണുനീരിന്റെ ഭിക്ഷാപാത്രത്തിലേക്കാണ് അനുഗ്രഹത്തിന്റെ ദൈവകൃപ സ്വർണ്ണ നാണയങ്ങളായി ഒഴുകി ഇറങ്ങുന്നത്. ആ പുരോഹിതൻ ആ ദർശനം ഒരു വലിയ പാഠമായി ജീവിതത്തിൽ സ്വീകരിച്ചു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം അറിയാത്ത അനേക ആവശ്യക്കാർ നമ്മുടെ ചുറ്റിലും അധിവസിക്കുന്നുണ്ട്. അവരുടെ കണ്ണുനീരിനെ അവഗണിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നാം ദൈവത്തെ സമീപിക്കരുത്. ആദ്യം അവരുടെ ആവശ്യങ്ങളിൽ അവർക്ക് വേണ്ടി അവരുടെ ദൈവമായി മാറുവാൻ നമുക്ക് കഴിയണം. 2, ഈ ലോകത്തിൽ നാം എല്ലാവരും ഒരു ഭിക്ഷുക്കളാണ്. ദൈവം സൗജന്യമായി തരുന്ന ഭിക്ഷയാണ് നാം അഹങ്കാരത്തോടെ അനുഭവിക്കുന്ന നമ്മുടെ സമ്പന്നത എന്ന് നാം തിരിച്ചറിയണം. നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, തിരികെ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നുമില്ല എന്ന് 1 തീമോഥെയോസ് 6:7 നാം വായിക്കുന്നുണ്ടല്ലോ. എന്നാൽ ഇതിനിടയിലുള്ള കാലഘട്ടത്തിൽ നാം അനുഭവിക്കുന്നതെല്ലാം ദൈവം നമുക്ക് സൗജന്യമായി തരുന്ന ദാനങ്ങളാണെന്ന ബോധ്യം നമ്മിലുണ്ടാകണം. ആ ദാനം മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുവാനുള്ളതാണെന്നും അത് നമുക്ക് നൽകിയ ദൈവമുൻപാകെ താഴ്മയുടെയും നന്ദിയുടെയും കണ്ണുനീർ എപ്പോഴും അർപ്പിക്കുവാനും കടപ്പെട്ടവരാണ് ക്രിസ്ത്യാനി എന്നും നാം മനസ്സിലാക്കിയിരിക്കണം. 3, കണ്ണുനീരിന്റെ പാത്രത്തിലേക്കാണ് അനുഗ്രഹത്തിന്റെ സുവർണ വർഷം ഒഴുകിയിറങ്ങുന്നത്. 1 ശമൂവേൽ 1-10 വാക്യത്തിൽ ഹന്ന ദൈവസന്നിധിയിൽ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ച് വളരെയേറെ കരഞ്ഞതായി നാം വായിക്കുന്നുണ്ടല്ലോ. അവളുടെ കണ്ണുനീരിന്റെ പ്രതിഫലം കൃത്യമായി അവൾക്ക് ലഭിക്കുകയും ചെയ്തതെന്ന് നമുക്കറിയാമല്ലോ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു.
കറ്റ ചുമന്ന് ആർത്തും കൊണ്ട് വരുന്നു എന്നാണല്ലോ സങ്കീർത്തന വാക്യം. ഒരു കാർഷിക പശ്ചാത്തലത്തിലാണ് ഇവിടെ കണ്ണുനീരിനെ സങ്കീർത്തനക്കാരൻ അവതരിപ്പിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രവൃത്തിയും അതിൻ്റെ പൂർണ്ണമായ ഫലപ്രാപ്തിയിൽ എത്തുവാൻ കണ്ണുനീരോടുകൂടിയ ദൈവാശ്രയം ആവശ്യമാണ് എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. ഫലപ്രാപ്തിയിലാണ് പ്രവൃത്തിയുടെ വിജയം നിർണ്ണയിക്കപ്പെടുന്നത്. കണ്ണുനീരോടെ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ വിതയിലും വിതയ്ക്ക് ശേഷമുള്ള വളർച്ചയിലും ഉപദ്രവങ്ങളോ പ്രകൃതിക്ഷോഭങ്ങളോ കീടശല്യങ്ങളോ ഒന്നും കൂടാതെ നല്ല വിളവ് ലഭിക്കുവാൻ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥന തുടരണം. എങ്കിൽ മാത്രമേ ആർപ്പോടും ആഹ്ലാദത്തോടും കൂടെ കൊയ്യുവാൻ കഴിയുകയുള്ളൂ. നടുന്നവനും നനയ്ക്കുന്നവനുമല്ല, വളരുമാറാക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിക്കുവാൻ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ആകയാൽ ജീവിതയാത്രയിൽ ചെറുതും വലുതുമായ ഏത് വിഷയത്തിൻ്റെയും അനുഗ്രഹകരമായ ഫലപ്രാപ്തിക്കായി ഒരു കണ്ണുനീരിൻ്റെ ഭിക്ഷാപാത്രവുമായി എപ്പോഴും ദൈവസന്നിധിയിൽ നിൽക്കുന്നവനായിരിക്കണം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.